എ ടു സെഡ് വാർത്തയിലേക്ക് സ്വാഗതം. മണിരത്നം നിർമ്മിച്ച 5 സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന താരമാണ് നടി കനിഹ. അതിനുശേഷം തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച കനിഹ മലയാളത്തിലേക്ക് എത്തുന്നത് 2006 ഓട്ടോഗ്രാഫ് എന്ന സിനിമയിലൂടെയാണ്. നിർഭാഗ്യവശാൽ ആ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് കനിഹയെ 3 വർഷത്തോളം അഭിനയ രംഗത്ത് കണ്ടില്ല. ഇതിനിടയിൽ കനിഹ വിവാഹിതയായതോടെ ഇനി കനിഹ സിനിമയിലേക്ക് ഉണ്ടാകില്ലെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന സമയത്താണ് ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്. കരിയറിന്റെ ഒരു മാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഒന്നിനു പിറകെ ഒന്നായി മലയാളത്തിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ കനിഹയെ തേടിയെത്തി. മലയാളത്തിൽ മുൻനിര നായികയായി കനിഹ മാറി. 2010 കനിഹ അമ്മയാകുന്നത്. അതിനുശേഷവും അഭിനയ ജീവിതം കനിഹ തുടർന്നു. വിവാഹിതയായ ശേഷം കനിഹ സിനിമയിൽ വളരെ സജീവമായി. 20 വർഷത്തിൽ അധികമായി കനിഹ സിനിമയിലുണ്ട്. ഇപ്പോഴും നായികയായി വേഷങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ സഹനടി വേഷങ്ങളും കനിഹയ്ക്ക് ലഭിക്കുന്നുണ്ട്. മധുരൈ സ്വദേശിനിയായ കനിഹ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായി നിൽക്കുന്ന കനിഹയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത്. 41-കാരിയായ കനിഹയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കണ്ടാൽ പ്രായം പിന്നിലേക്കാണോ പോകുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ലുക്കാണ് കനിഹ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഗ്യദേവതയിലും പഴശ്ശിരാജയിലും അഭിനയിച്ച കനിഹയേക്കാൾ കൂടുതൽ സുന്ദരിയായി താരം ഇന്ന് മാറിക്കഴിഞ്ഞു. മോഹൻലാലിനൊപ്പം ബ്രോഡാലിയിലും അഭിനയിച്ചിട്ടുണ്ട് കനിഹ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.